ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുവാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ അടിപൊളിയായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ കാണാമെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ സെറ്റഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ സ്കിൻ കെയർ എപ്പോഴും ചെയ്യുക. പിന്നെ ഇതിന് മുന്നേ ഞാൻ എന്തായാലും ഒരു മാസ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷീറ്റ് മാസ്ക്. പിന്നെ എപ്പോഴത്തെയും പോലെയുള്ള മേക്കപ്പേ ഞാനിതിൽ ചെയ്യുന്നുള്ളൂ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, എപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്കിൻ കെയർ അടിപൊളിയായിട്ട് ചെയ്യുക. ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ എന്തായാലും ഇടുവാണെങ്കിൽ നല്ല ബേസ് ആയിരിക്കും. പിന്നെ നമ്മൾ മേക്കപ്പിന് മുന്നേ ഫേസ് ഒന്ന് ഷേവ് ചെയ്യുകയാണെങ്കിലും നല്ല ബേസ് ആയിട്ടിരിക്കും. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മുഖം ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ ആ ബേസ് നന്നായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതായത് ബേസ് നന്നായിരിക്കും നമ്മുടെ മേക്കപ്പിൻ്റെ. കാരണം ഭയങ്കര കേക്കി എഫക്റ്റ് ഒന്നും വരില്ല. അപ്പോൾ ഞാനിവിടെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലാക്മേൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഫൗണ്ടേഷനാണോ ഉള്ളത് ആ സെയിം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഇതിൻ്റെ പേരെന്തായിരുന്നു, ആ സാധനം വെച്ചിട്ട് ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് നനച്ചിട്ടാണ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബേസ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നില്ല ഇതിൽ. പിന്നെ ഞാൻ നോർമൽ പോൺസിൻ്റെ ഈ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ബേസ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പൗഡറാണ് ഇടുന്നത്. നിങ്ങൾക്ക് എന്ത് പൗഡർ ഉണ്ടെങ്കിലും അത് നിങ്ങൾ ഇടാം. അങ്ങനെ ഇത് വേണം അത് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പൗഡർ അത് എല്ലാവർക്കും ഇട്ട് കൊടുക്കാൻ ഇഷ്ടവും ഉണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എനിക്കിഷ്ടമാണ് അങ്ങനെ. അപ്പോൾ എൻ്റെ ബേസ് മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് ഒരു പിങ്ക് കളറുള്ള മൊത്തത്തിലൊരു പിങ്ക് ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് ഒരു പിങ്ക് മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ബേസ് സെറ്റായിരുന്നു കേട്ടോ ഞാൻ കാണിക്കുന്നത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ബ്ലഷ് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തതാണ്. അത് ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ്. അത് നല്ല ബ്ലഷാണ് കേട്ടോ. അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ സെയിം ബ്ലഷ് വെച്ചിട്ടാണ് ഞാൻ ഐ ഷാഡോ ഇട്ട് ഇടുന്നത് കേട്ടോ. കാരണം എനിക്കങ്ങനെ ഒരുപാട് മേക്കപ്പ് അങ്ങനെ ഭയങ്കര മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പം എനിക്ക് സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ പ്രൊഡക്ട്സ് വെച്ച് തന്നെ ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ബ്ലഷ് ഇട്ടിട്ട് പിന്നെ ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട്, അതൊരു ന്യൂഡ് പിങ്കിൻ്റെ ലിപ് ലൈനറാണ്. ആ ലിപ് ലൈനർ ന്യൂഡ് പിങ്കിൻ്റെ ലാക്മേൻ്റെ ഒരു ലിപ്സ്റ്റിക്കുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ. കാരണം മൊത്തത്തിൽ നമുക്ക് പിങ്ക് ആയിട്ടിരിക്കുവാണെങ്കിൽ ഒരു നല്ല ഫ്രഷ് ലുക്ക് വരും നമുക്ക്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈപ്പ് മേക്കപ്പ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ക്യാമറയിൽ നോക്കി കണ്ണെഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ണല്ലാതെയാണ് എഴുതുന്നത്. പക്ഷേ ഞാൻ കണ്ണെഴുതും എന്നാണ് നിങ്ങളെ കാണിച്ചത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ലിപ് ലൈനർ. അത് കഴിഞ്ഞ് ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ട് വന്നിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മൂക്കുത്തി വെച്ച് നോക്കിയാലോ എന്ന്. വെച്ച് നോക്കിയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നെ കാണാൻ. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. നിങ്ങൾ കമൻറ്റിൽ പറയാം എനിക്ക് നന്നായിട്ടുണ്ടോ ഇല്ലേന്ന്. ഞാൻ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ല വെക്കാൻ. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ത്രെഡ് ചെയ്തത് ഞാൻ ലാസ്റ്റ് വീക്ക് എന്തോ ആണ്. അപ്പോൾ പക്ഷേ എനിക്കങ്ങനെ ഒരുപാട് ഗ്രോത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ത്രെഡ് ചെയ്യാൻ നിന്നില്ല. ഞാൻ ജസ്റ്റ് അത് ഫില്ല് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ.
അപ്പോൾ വേഗം വേഗം റെഡിയാവാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് എൻ്റെ കമ്മലൊക്കെ ഇട്ടിട്ട് വന്നു. ഈ കമ്മൽ എൻ്റെ ചേച്ചീൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. പക്ഷേ എനിക്ക് ഈ ഔട്ട്ഫിറ്റ് നല്ല മാച്ചായിട്ട് തോന്നി. അപ്പോൾ ആ ചേച്ചി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഈ കമ്മലിന് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റിന് നല്ല മാച്ചിങ് ആയിരുന്നു. പിന്നെ ഞാനൊരു ചെറിയ ലോക്കറ്റുള്ള ഒരു മാല ഇട്ടിട്ടിരിക്കണം, ഈ വി ഷേപ്പ് നെക്കായതുകൊണ്ട്. പിന്നെ മുടി എൻ്റെ മര്യാദയ്ക്ക് കേൾസായി കിടക്കാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചിട്ടൊന്ന് കേൾസ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള ഗെറ്റ് റെഡി വിത്ത് മീ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് അടിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ലൊരു നന്നായിട്ട് തന്നെ ഉണ്ട് കാണാൻ. ബേസൊക്കെ സെറ്റായിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും അത് പറയണം. പിന്നെ എൻ്റെ കസിൻസിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നതാണ്, അതും കൂടി നിങ്ങൾ എന്തായാലും നോക്കുക. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് അടിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കണ്ട. പിന്നെ എന്തായാലും ചാനൽ ലൈക്ക് ചെയ്തേക്കാം ഈ വീഡിയോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ.